നമസ്കാരം, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിലമ്പൂരിൽ ഈ പറഞ്ഞതുപോലെ വലിയ മഴയൊക്കെയാണ്. പക്ഷേ എല്ലാ കണ്ണുകളും ഇന്നത്തെ കൊട്ടിക്കലാശത്തിലേക്ക് നീങ്ങുന്നു. മറ്റന്നാളാണ് വോട്ടെടുപ്പ്. ചുരുങ്ങിയ മണിക്കൂറുകൾ മാത്രം. അവസാന വോട്ടും തങ്ങൾക്ക് തന്നെ എന്ന് ഉറപ്പിക്കാനുള്ള ശ്രമത്തിൽ സ്ഥാനാർത്ഥികളും മുന്നണികളും പശ്ചിമേഷ്യയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് പോവുകയാണ് അവിടുത്തെ ഒരു സംഘർഷാവസ്ഥ. ശക്തമായ അടിയും തിരിച്ചടിയുമായി ഇറാനും ഇസ്രയേലും മുന്നിട്ട് നിൽക്കുന്നു. അയത്തുള്ള അലി ഖൊമേനിയെ കൊല്ലണം, അല്ലെങ്കിൽ കൊന്നാൽ മാത്രം ഈ യുദ്ധം അവസാനിപ്പിക്കുകയുള്ളൂ എന്ന നെതന്യാഹു നിലപാട് എടുക്കുമ്പോൾ ഇത് ഉടനെയൊന്നും അവസാനിക്കുന്ന അല്ലെങ്കിൽ മധ്യസ്ഥ ശ്രമങ്ങൾ ഫലം കാണുന്ന യാതൊരു ലക്ഷണവും നമുക്കവിടെ കാണാൻ സാധിക്കുകയില്ല. ഈ പറഞ്ഞതുപോലെ മഴയാണ്, വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയാണ്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി പ്രേക്ഷകരിലേക്ക് എത്തും. ആദ്യം തലക്കെട്ടുകൾ. നിലമ്പൂരിൽ നിന്ന് കൊട്ടിക്കലാശം. വോട്ടെടുപ്പ് മറ്റന്നാൾ. റോഡ് ഷോകളുമായി മുന്നണികൾ. ജനങ്ങളെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാൻ സ്ഥാനാർത്ഥികൾ. നിശബ്ദ പ്രചാരണം നാളെ. ആക്രമണം കടുപ്പിച്ചിറാനും ഇസ്രയേലും. ടെഹ്റാനിൽ കനത്ത ആക്രമണം. 45 മരണം, 100-ലേറെ പേർക്ക് പരിക്ക്. ഇസ്രയേൽ നഗരങ്ങളിൽ മിസൈൽ വർഷിച്ച് ഇറാൻ. G7 ഉച്ചകോടിയിൽ ഇസ്രയേൽ ഇറാൻ സംഘർഷം ചർച്ചയ്ക്ക്. ഇരു രാജ്യങ്ങളും ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെടും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ തുടരുന്നു. കണ്ണൂരും കാസർഗോഡും ഓറഞ്ച് അലർട്ട്. കാറ്റിന് സാധ്യത. തീരദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷം. കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. അങ്കമാലി ശബരി റെയിൽ പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കാൻ തടസ്സങ്ങൾ ഏറെയെന്ന് വിദഗ്ധർ. പുതുക്കിയ അടങ്കൽ ചെലവിന്റെ സംസ്ഥാന വിഹിതത്തിൽ ധാരണയായില്ല. ദേശീയപാത 66 നിർമ്മാണം ഡിസംബറിൽ പൂർത്തിയാകില്ല എന്നും വിലയിരുത്തൽ. കൊല്ലത്ത് സർക്കാർ ചെലവിൽ 3 കോടി രൂപ മുടക്കി പണിയുന്ന പുനർജനി പാർക്കിന്റെ നിർമ്മാണം എങ്ങും എത്തിയില്ല. മഹാകവിയുടെ പേരിലുള്ള പാർക്ക് ഇന്ന് സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രം. നാശത്തിന് കാരണം അധികൃതരുടെ പിടിപ്പുകേടെന്ന് ആക്ഷേപം. ക്ലബ് ലോകകപ്പിൽ ചെൽസിക്ക് വിജയത്തുടക്കം. ലോസ് ആഞ്ചലസ് FC-യെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ അന്താരാഷ്ട്ര മത്സരത്തിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിയെന്ന് ബിനീഷ് കോടിയേരി അമൃത വാർത്തകളോട്. നിലമ്പൂരിൽ ഇന്ന് കൊട്ടിക്കലാശം. ഉപതെരഞ്ഞെടുപ്പ് ആവേശത്തിൽ നിലമ്പൂർ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. വൈകിട്ട് 5 മണിക്ക് നിലമ്പൂർ ടൗണിലാണ് കൊട്ടിക്കലാശം. രാവിലെ മുതൽ സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോ ആരംഭിക്കും. നഗരത്തിൽ കനത്ത സുരക്ഷ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി KK പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, വളരെ ചുരുങ്ങിയ മണിക്കൂറുകൾ മാത്രം പിന്നിൽ കാണുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ നല്ല മഴയാണ്. അതൊന്നും ഇന്ന് ഈ സ്ഥാനാർത്ഥികളെയോ മുന്നണിയോ നിലമ്പൂരിലെ ജനങ്ങളെയോ ബാധിക്കുന്നതേയില്ല. അത്രയ്ക്ക് തെരഞ്ഞെടുപ്പ് ചൂട്, നിലമ്പൂരിൻ്റെ ചൂടാണ് ഇന്നിപ്പോൾ വൈകിട്ട് കൊട്ടിക്കലാശത്തോടു കൂടി അറിയാൻ പോകുന്നത്. എങ്ങനെയാണ് സ്ഥാനാർത്ഥികളുടെ ഇന്നത്തെ ഒരു പോക്കുകളും അവരുടെ കൊട്ടിക്കലാശത്തിനുള്ള പാതകളും വഴികളുമൊക്കെ? സ്വപ്ന, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ദിവസങ്ങളായി നിന്ന പ്രചരണമാണ് ഇന്ന് അവസാനിക്കുന്നത്. പരസ്യപ്രചരണം ഇന്ന് വൈകിട്ട് അവസാനിക്കും. രാവിലെ മുതലാണ് സ്ഥാനാർത്ഥികളുടെ പര്യടനം ആരംഭിക്കുന്നത്. രാവിലെ തന്നെ എല്ലാ സ്ഥാനാർത്ഥികളും റോഡ് ഷോ എന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. എല്ലാ പഞ്ചായത്തിലൂടെയും പ്രധാന വഴികളിലൂടെയും എല്ലാം തന്നെ അവരുടെ വാഹനങ്ങൾ കയറിയിറങ്ങും. വൈകിട്ടോടുകൂടി തന്നെ നിലമ്പൂർ ജംഗ്ഷനിലാണ് കൊട്ടിക്കലാശം ക്രമീകരിച്ചിരിക്കുന്നത്. ഓരോ പാർട്ടിക്കും, ഓരോ മുന്നണിക്കും ഓരോ സ്ഥലം എന്ന നിലയിൽ തന്നെയാണ്. പക്ഷേ ഇതെല്ലാം ഒരേ സ്ഥലത്ത് തന്നെയാണ്. തൊട്ടടുത്തായി തന്നെയാണ് മുന്നണികൾക്ക് സ്ഥലം നൽകിയിട്ടുള്ളത്. ആശുപത്രി ജംഗ്ഷനിലാണ് UDF-നുള്ളത്. അവിടുന്ന് മുകളിലേക്ക് 100 മീറ്റർ ദൂരത്തേക്ക് മാറ്റി തന്നെയാണ് NDA-ക്കുള്ളത്. അതിന് തൊട്ടിപ്പുറത്തായി പോലീസ് സ്റ്റേഷൻ ജംഗ്ഷൻ വരെയാണ് LDF-ന് കൊടുത്തിട്ടുള്ളത്. ചന്തക്കുന്ന് മുതലാണ് PV അൻവറിനും ഒപ്പം തന്നെ SDP-ക്ക് നൽകിയിട്ടുള്ളത്. നമുക്കറിയാം, M സ്വരാജ് സ്ഥാനാർത്ഥിയായി വന്ന ആ സമയത്ത്
UDF LDF പ്രവർത്തകർ തമ്മിൽ ചില ഏറ്റുമുട്ടലുകളിലേക്ക് തർക്കങ്ങളിലേക്കൊക്കെ തന്നെ വന്നിരുന്നു. സ്വാഭാവികമായും നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തെല്ലാം തന്നെ ഇത്തരം തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ വലിയ സുരക്ഷയാണ് നിലമ്പൂർ ആകെ തന്നെ ഒരുക്കിയിട്ടുള്ളത്. 773 പോലീസുകാരെയാണ് സുരക്ഷാ ചുമതലകൾക്കായി വിന്യസിച്ചിട്ടുള്ളത്. അതിൽ തന്നെ 7 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലാണ്. ഇതിൽ സംസ്ഥാന പോലീസ് വിഭാഗം മാത്രമല്ല കേന്ദ്ര സേനയുണ്ട്. അവരുടെ റൂട്ട് മാർച്ച് എല്ലാം തന്നെ നേരത്തെ നടത്തി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ MSPയുടെ വിവിധ സേനാ വിഭാഗങ്ങളുണ്ട്. ഇങ്ങനെ അതിശക്തമായ സുരക്ഷ തന്നെയാണ്. കാരണം സംഘർഷം ഉണ്ടാകരുത് എന്ന് തന്നെയാണ് നിലവിൽ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. വളരെ സംയമനത്തോടെ പോകണമെന്ന നിർദ്ദേശം രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലീസിന്റെ ഭാഗത്തു നിന്ന് നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട യോഗങ്ങളെല്ലാം തന്നെ ഇന്നലെ പൂർത്തിയായിട്ടുണ്ട്. ഇനി പ്രചാരണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വിവിധ വിഷയങ്ങൾ വളരെ ശക്തമായി ഉയർത്തി തന്നെയാണ് മുന്നണികൾ അവസാന ദിവസങ്ങളിലേക്ക് എത്തുന്നത്. ഇനിയുള്ള മണിക്കൂറുകൾ അടിയൊഴുക്കുകളിലാണ്. എവിടെ നിന്നൊക്കെ വോട്ട് മറിയോ, എവിടെ നിന്നൊക്കെ വോട്ട് ലഭിക്കാം എന്നുള്ളതാണ് ഓരോ മുന്നണിയും ആവേശത്തോടെ നോക്കുന്നത്. ഏതായാലും ആർക്കാണ് ഒരു എഡ്ജ് അല്ലെങ്കിൽ ആർക്ക് മുൻകൈ എന്ന് പറയാവുന്ന ഒരു അവസ്ഥയിലേക്ക് ഇപ്പോഴും നിലമ്പൂർ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവസാന നിമിഷങ്ങളിലുള്ള നീക്കങ്ങൾ ഏറ്റവും നിർണായകം തന്നെയാണ്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇറക്കിക്കൊണ്ടുള്ള വലിയ കാടടച്ചുള്ള പ്രചരണമെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പ്രിയങ്ക ഗാന്ധി വരുന്നു, മുഖ്യമന്ത്രി 3 ദിവസം മണ്ഡലത്തിൽ തമ്പടിക്കുന്നു. VD സതീശനും KC വേണുഗോപാലും എല്ലാം തന്നെ മണ്ഡലത്തിൽ പൂർണ്ണമായി നിന്നുകൊണ്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ തന്നെയാണ് മുന്നോട്ട് വരുന്നത്. അങ്ങനെ ഓരോ പാർട്ടിയും അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെ ഇറക്കുന്നു. ഇന്നലെ ഈ വിഷയം, അതായത് LDFും UDFും ജമാഅത്തെ ഇസ്ലാമിയുമായും PDPയുമായുള്ള സഹകരണം, ഈ വിഷയം വളരെ കൃത്യമായി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ NDA തയ്യാറെടുക്കുകയും അത് വളരെ ശക്തമായി തന്നെ ദേശസംരക്ഷണ സംഗമത്തിൽ തന്നെ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് മേജർ രവി, അതുപോലെ തന്നെ V മുരളീധരൻ അടക്കമുള്ള പ്രധാനപ്പെട്ട ആളുകളെ തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ട് അതിശക്തമായ പ്രചരണം. ഇങ്ങനെ ഓരോ മേഖലയും, പ്രധാനമായും നിലമ്പൂരിലെ വികസനം മാത്രം ചർച്ച ചെയ്തു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതിനപ്പുറത്തേക്ക് ഇതിനു മുൻപ് മലപ്പുറവുമായി ബന്ധപ്പെട്ടും മറ്റു സംസ്ഥാനത്തെ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ ചർച്ച നടന്നിട്ടുണ്ട്. പക്ഷേ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാന സർക്കാരിന് അതൊരു വികാരമായി ഇത് ഉയർത്തിക്കൊണ്ടുവരാൻ UDFന് കഴിഞ്ഞു എന്നുള്ളത് കൂടി സംശയമാണ്. കാരണം അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് അത് പോകാതിരിക്കാൻ LDFന് കഴിഞ്ഞു എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും. പ്രത്യേകിച്ച് നിലവിലെ വിവാദ വിഷയങ്ങൾ വളരെ ശക്തമായി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു. അവസാന ദിവസങ്ങളിലേക്ക് വരുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, അതിനെ ചൊല്ലിയുള്ള പോര് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരുന്നു. അതിന് മറുപടി LDFന്റെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ PDP സഹകരണത്തിൽ UDFന്റെ പ്രതിരോധം ഉണ്ടാകുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരം ആക്രമണം. ഏതായാലും വിവിധ സംഘടനകൾ, ഒപ്പം തന്നെ ചെറിയ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ അത് സംസ്ഥാനത്തിനകത്തും പുറത്തുമായി നിൽക്കുന്നവരൊക്കെ തന്നെ LDF UDF മുന്നണികൾക്ക് പിന്തുണയുമായി വന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് PV അൻവറിന്റെ സാന്നിധ്യം എന്താകും എന്നുള്ളതാണ്. നിലവിലെ ശരിക്കും അത് തന്നെയാണ് നമുക്ക് അറിയേണ്ടത് പ്രശാന്ത്. ഈ സ്ഥാനാർത്ഥി നിർണയം മുതൽ തന്നെ വളരെ കൗതുകകരമായ രീതിയിൽ തന്നെയാണ് അവിടുത്തെ ഓരോ വഴികളും മുന്നോട്ട് പോയത്. ഓരോ സ്ഥാനാർത്ഥി, അത് UDFന്റേതായാലും ആര്യടൻ ഷൗക്കത്തിന്റെ പ്രഖ്യാപനമായതിനു ശേഷം ആണെങ്കിൽ കൂടിയും പിന്നീട് PV അൻവറിന്റെ നിലപാടെന്ത്, ഒപ്പം BJP ഏത് സ്ഥാനാർത്ഥി നിർത്തും, BJP സ്ഥാനാർത്ഥി നിർത്തുകയില്ലയോ, അല്ലെങ്കിൽ ഇടതുമുന്നണി ഇവരെയെല്ലാം തോൽപ്പിക്കാൻ ആരും, അങ്ങനെ ഒരുപാട് കൗതുകകരമായ കാഴ്ചകളിലൂടെയും നാൾവഴികളിലൂടെയുമാണ് നിലമ്പൂരിലെ പ്രചാരണമടക്കം മുന്നോട്ട് പോയത്. എന്തായാലും മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഈ കലാശക്കൊട്ടിലെ ആവേശം സംഘർഷമാകാതിരിക്കാൻ വളരെ കർശനമായ സുരക്ഷയാണ് പോലീസ് നിലമ്പൂരിൽ ഒരുക്കിയിട്ടുള്ളത്. ആവേശകരമായ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ കൊട്ടിക്കലാശത്തിന് ഒരുങ്ങുകയാണ് നിലമ്പൂരിൽ മുന്നണികൾ. കൊട്ടിക്കലാശത്തിന്റെ ആവേശം സംഘർഷത്തിലേക്ക് നീങ്ങാതിരിക്കാൻ കർശന നിയന്ത്രണങ്ങളും സുരക്ഷയുമാണ് പോലീസ് ഒരുക്കിയിട്ടുള്ളത്. കൊട്ടിക്കലാശത്തിനായി എല്ലാ മുന്നണികൾക്കും പ്രത്യേക സ്ഥലങ്ങൾ പോലീസ് നൽകിയിട്ടുണ്ട്. നിലമ്പൂർ ജംഗ്ഷനിൽ മിൽമ ബൂത്ത് മുതൽ ഹോസ്പിറ്റൽ റോഡ് ജംഗ്ഷൻ വരെ UDFനും, ഹോസ്പിറ്റൽ റോഡ് ജംഗ്ഷൻ മുതൽ സഫ ഗോൾഡ് ജ്വല്ലറി വരെ NDAയ്ക്കും, മഹാറാണി ജംഗ്ഷൻ മുതൽ നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ പടി വരെ LDFനും കൊട്ടിക്കലാശം നടത്താം. PV അൻവറിനും മറ്റുള്ളവർക്കും ചന്തക്കുന്നിലാണ് കൊട്ടിക്കലാശത്തിന് അനുമതി. കൂടാതെ എടക്കരയിലും മുന്നണികൾക്കായി വിവിധ സ്ഥലങ്ങൾ അനുവദിച്ചിട്ടുണ്ട്. സുരക്ഷയ്ക്കായി 7 DYSPമാരുടെ നേതൃത്വത്തിലാണ് പോലീസിനെ വിന്യസിച്ചിട്ടുള്ളത്. ജില്ലാ പോലീസിനെ കൂടാതെ കേന്ദ്ര പോലീസിനെയും MSP ബറ്റാലിയൻ ഉൾപ്പെടെ 773 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് കൊട്ടിക്കലാശത്തിന് സുരക്ഷയൊരുക്കാൻ മാത്രമായി നിയോഗിച്ചിട്ടുള്ളത്. പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാരുടെ സേവനവും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഉച്ച മുതൽ കൊട്ടിക്കലാശം കഴിയുന്നതുവരെ നിലമ്പൂരിൽ ഗതാഗത നിയന്ത്രണവും ഉണ്ടാകും. അമൃത ന്യൂസ്, മലപ്പുറം. ഈ നിലമ്പൂരിൻ്റെ വളർച്ച തുടങ്ങുന്നത് നിലമ്പൂർ കോവിലകത്തിൻ്റെ ഉദയത്തോടെയാണ്. നിലമ്പൂരിൽ ഇന്ന് കാണുന്ന അടിസ്ഥാന സൗകര്യങ്ങളുടെ എല്ലാം തുടക്കം നിലമ്പൂർ കോവിലകത്തിൻ്റെ സംഭാവനയാണ്. അധികാര രാഷ്ട്രീയത്തിൻ്റെ പോർവിളികളും അവകാശവാദങ്ങളും കോലാഹലം സൃഷ്ടിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ നിലമ്പൂരിൻ്റെ ചരിത്രത്തിലേക്ക് ഒരു എത്തിനോട്ടം.
നിലമ്പൂർ എന്നാൽ മുളകളുടെ നാടെന്നാണ് അർത്ഥം. കാടും മലനിരകളും ആദിവാസി സമൂഹവും വന്യമൃഗങ്ങളും മാത്രമുണ്ടായിരുന്ന നിലമ്പൂരിനെ ആധുനികതയിലേക്ക് കൈപിടിച്ചു നടത്തിയത് നിലമ്പൂർ കോവിലകമാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് സാമൂതിരിയുടെ സാമന്തന്മാരായി എത്തിയവരാണ് നിലമ്പൂർ കോവിലകം സ്ഥാപിച്ചത്. ചാലിയാറിന്റെ തീരത്ത് തെങ്ങോലയും പുല്ലും മേഞ്ഞ കെട്ടിടത്തിലായിരുന്നു കോവിലകത്തിന്റെ തുടക്കം. കൃഷിപ്പണിക്കായി കൊടുങ്ങല്ലൂരിൽ നിന്ന് മുസ്ലിങ്ങളും വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള വാണിജ്യ ആവശ്യങ്ങൾക്കായി ചെട്ടിമാരെയും പാത്ര നിർമ്മാണത്തിനായി ആന്ധ്രയിൽ നിന്ന് കുമ്പാരന്മാരെയും കോവിലകത്തുകാർ നിലമ്പൂരിൽ എത്തിച്ചു. നൂറ്റാണ്ടുകൾക്കൊപ്പമുള്ള കോവിലകത്തിന്റെ വളർച്ചയോടൊപ്പം നിലമ്പൂരും വളരുകയായിരുന്നു. ഇടവഴികളും കാളവണ്ടിക്ക് പോകാനുള്ള മൺപാതകളും റോഡുകളായി വികസിച്ചതും പൊതുഗതാഗതം തുടങ്ങിയതും കോവിലകമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രിയുമെല്ലാം നിലമ്പൂർ തുടങ്ങിയത് കോവിലകത്തിന്റെ താല്പര്യപ്രകാരമാണ്. ഇവിടുത്തെ ഡെവലപ്മെന്റിന്റെ ഒക്കെ തുടക്കം നിലമ്പൂർ കൊല്ലം തന്നെയായിരുന്നു. ഇപ്പോൾ ഗവൺമെന്റ് മാനവേദൻ ഹൈസ്കൂൾ ഇവിടെ ഹോസ്പിറ്റൽ പണിയാൻ സ്ഥലവും ബിൽഡിങ്ങും കെട്ടിക്കൊടുത്തു. അങ്ങനെയാണ് ഇന്നത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ വന്നിട്ടുള്ളത്. ലോ ആൻഡ് ഓർഡർ ഇവിടെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ വണ്ടൂർ പോകണം, പോലീസ് സ്റ്റേഷനൊന്നുമില്ല. അങ്ങനെ ഇപ്പോഴത്തെ പോലീസ് സ്റ്റേഷൻ്റെ സ്ഥലവും ബിൽഡിങ്ങും ഉണ്ടാക്കി കൊടുത്ത് ഈ വാനവേദരാജയുടെ കാലത്ത് നിലമ്പൂർക്ക് കൊണ്ടുവന്നത്. ബസ് സർവീസ് കൊണ്ടുവന്നതും ഇതേയാണ്. നിലമ്പൂർ മോട്ടോർ സർവീസ് ഉണ്ട്. ക്രമേണ ഇവിടെയുള്ളൊരു ഒരു ഇക്കോണമി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത് ഇവിടെയാണ്. ആദിവാസി സമൂഹത്തോടെയും സഹവർത്തിത്വത്തോടെയുള്ള സമീപനമാണ് കോവിലകത്തിനുണ്ടായിരുന്നത്. പാട്ട് അടിയന്തരം നിലമ്പൂർ പാട്ട് എന്നാണ് പറയാം. അത് ഒരു ആഘോഷമായിട്ട് നടത്തുന്നത്. ഇത് നടത്തുന്നത് ഈ ട്രൈബൽസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഗൂഡല്ലൂർ ഊട്ടിയൊക്കെയുള്ള തോടന്മാരില്ലേ, ഈ ഡോഡപ്പറ്റ എന്നുള്ള സ്ഥലമൊക്കെ അവിടെ നിന്നുള്ള തോടന്മാരും ഇവിടെ കരുളായി മാഞ്ചേരി മലവാരങ്ങളൊക്കെ ഇല്ലേ, അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഈ ട്രൈബൽസൊക്കെ ഇവിടെ വരും. എന്നിട്ട് അവിടെ ഗ്രൗണ്ട് ഉണ്ട് അമ്പലത്തിനുള്ളിൽ, അവിടെ ടെൻ്റ് അടിച്ച് താമസിക്കും. 1921 കലാപകാലത്തുണ്ടായ ചില അനിഷ്ട സംഭവങ്ങൾ ഒഴിച്ചാൽ എല്ലാവരും ഒരുമയോടെ ജീവിക്കുന്ന പ്രദേശമാണ് നിലമ്പൂർ. 4 കെട്ടുകളും 16 കെട്ടുകളും എല്ലാമായി നിരവധി കെട്ടിടങ്ങൾ വംശവർദ്ധനയ്ക്കനുസരിച്ച് നിർമ്മിച്ചിരുന്നു. എന്നാൽ ഇന്ന് പല വീടുകളും അടഞ്ഞുകിടക്കുകയാണ്. പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു വലിയ കോവിലകത്ത് താമസിച്ചിട്ടുണ്ട്. കോവിലകത്തിന്റെ ചരിത്രമെന്നാൽ അത് നിലമ്പൂരിന്റെ ചരിത്രം തന്നെയാണ്. കാലപ്രവാഹത്തിൽ ഒരുപാട് മാറ്റം വന്നെങ്കിലും നിലമ്പൂർ കോവിലകം ഇന്നും അതേ പ്രൗഢിയോടെ നിലനിൽക്കുന്നു. ക്യാമറാമാൻ അമർജിത്തിനോടൊപ്പം ടി.കെ. അരവിന്ദൻ, അമൃത ന്യൂസ്. അങ്കമാലി ശബരി റെയിൽ പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കാൻ തടസ്സങ്ങളേറെയെന്ന് വിദഗ്ധർ. പുതുക്കിയ അടങ്കൽ ചെലവിന്റെ സംസ്ഥാന വീതം സംബന്ധിച്ച് ഇനിയും ഒരു ധാരണയായിട്ടില്ല. പുതുവർഷ സമ്മാനമായി ദേശീയപാത 66 നിർമ്മാണം ഡിസംബറിൽ പൂർത്തിയാക്കുമെന്ന പൊതുമരാമത്ത് മന്ത്രിയുടെ കണക്കുകൂട്ടലും പിഴയ്ക്കുകയാണ്. പദ്ധതിയുടെ പൂർത്തീകരണം 6 മാസം കൊണ്ട് അസാധ്യമാണ് എന്നാണ് വിലയിരുത്തൽ. 110 കിലോമീറ്റർ ദൈർഘ്യമുള്ള അങ്കമാലി എരുമേലി ശബരി റെയിൽ പദ്ധതി 1997-98 റെയിൽ ബജറ്റിലാണ് പ്രഖ്യാപിച്ചത്. കാൽ നൂറ്റാണ്ടിലേറെയായി നിലച്ചിരുന്ന പദ്ധതി കഴിഞ്ഞയാഴ്ച മുഖ്യമന്ത്രിയുടെ ഡൽഹി സന്ദർശനത്തോടെയാണ് വീണ്ടും ജീവൻ വെച്ചത്. ഈ മാസം തന്നെ റെയിൽ മന്ത്രാലയത്തിലെ വിദഗ്ധർ കേരളത്തിലെത്തി സ്ഥലം സന്ദർശിച്ച് അടുത്ത മാസം സ്ഥലം ഏറ്റെടുക്കൽ പുനരാരംഭിക്കാനാണ് തീരുമാനമായത്. കഴിഞ്ഞ വർഷം പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം 3810 കോടി രൂപയാണ് പദ്ധതിയുടെ അടങ്കൽ ചെലവ്. ഇതിൽ 50% വീതം കേന്ദ്രവും കേരളവും വഹിക്കണം. എന്നാൽ കേരളത്തിന്റെ വിഹിതമായ 1905 കോടി രൂപ കിഫ്ബി ഏറ്റെടുക്കുമെന്നും ഇത് പൊതുവായ്പയിൽ നിന്ന് ഒഴിവാക്കണമെന്നും കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ ഇതുവരെയും അന്തിമ തീരുമാനമായിട്ടില്ല. സംസ്ഥാന വിഹിതത്തിൽ തീരുമാനമാകാതെ എങ്ങനെ പദ്ധതി മുന്നോട്ട് പോകുമെന്നാണ് വിദഗ്ധർ ചോദിക്കുന്നത്. വായ്പ എടുക്കുന്നതിനോട് റെയിൽവേ മന്ത്രാലയത്തിന് അനുകൂല നിലപാടില്ല. അതേപോലെ തന്നെ ത്രികക്ഷി സമിതിയെപ്പറ്റിയും കേരള ഗവൺമെൻറ് അതിലില്ല. അപ്പം അങ്ങനെ വരുന്ന അവസരത്തിൽ ഈ റെയിൽവേ ശബരി റെയിൽ സമയബന്ധിതമായിട്ട് തുടങ്ങി സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന വലിയൊരു ചോദ്യമാണ് റെയിൽവേ മന്ത്രിയും കേരള മുഖ്യമന്ത്രിയും തമ്മിൽ നടന്ന ചർച്ചയുടെ അവസാനം സാധാരണക്കാരായ കേരളീയർക്ക് മനസ്സിലാകുന്നത്. പുതുവർഷ സമ്മാനമായി ദേശീയപാത 66 നിർമ്മാണം ഡിസംബറിൽ പൂർത്തിയാക്കുമെന്നാണ് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ഡൽഹിയിലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രഖ്യാപിച്ചത്. എന്നാൽ നിലവിൽ ദേശീയപാത പലയിടത്തും തകർന്നതിന്റെ പുനർനിർമ്മാണവും അതോടൊപ്പം ബാക്കിയുള്ളവയുടെ നിർമ്മാണം പൂർത്തിയാക്കലും 6 മാസം കൊണ്ട് അസാധ്യമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. കാരണം 50% പോലും വർക്കുകൾ കൊല്ലം തിരുവനന്തപുരം റീച്ചിലോ കൊല്ലം ആലപ്പുഴ റീച്ചുകളിലോ നടന്നിട്ടില്ല. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ മഴക്കാലം വരുന്നുണ്ട്. ഇപ്പോൾ റോഡ് വർക്കുകളൊക്കെ നിർത്തി വച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ പല ഭാഗങ്ങളിലും പൊട്ടിപ്പൊളിഞ്ഞു പോകുന്നുണ്ട്, ക്രാക്കുകൾ ഉണ്ടാകുന്നുണ്ട്, മതിലിടിയുന്നുണ്ട്. അതൊക്കെ ഇനി മഴ തീർന്നതിന് ശേഷം ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി പണി തുടങ്ങി അവസാനിപ്പിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും 25 ഡിസംബർ അടുത്ത 6 മാസത്തിനകം പൂർത്തിയാകാനുള്ള സാധ്യത ഒരു സാധാരണക്കാരന് അത് മനസ്സിലാകുന്ന അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. 2026 പൊതു തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി പല പദ്ധതികളും വേഗത്തിൽ നടപ്പാക്കാനുള്ള സർക്കാരിന്റെ നീക്കം പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങുമോ എന്ന ആശങ്കയും വിദഗ്ധർ പങ്കുവയ്ക്കുന്നു. അൻഫിലി ഡിസൂസ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. ബ്രേക്കിന് മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ഒരു സംഘർഷം എന്ന വാക്കുകൾക്കപ്പുറം യുദ്ധസമാന സാഹചര്യം എന്ന വാക്കുകൾക്കപ്പുറം ശക്തമായ തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന റിപ്പോർട്ടുകളാണ് പശ്ചിമേഷ്യയിൽ നിന്നും ഇപ്പോൾ പുറത്തുവരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഇറാനിയൻ സ്റ്റേറ്റ് TV ഇസ്രയേൽ ആക്രമിച്ചതോടുകൂടി, അതായത് ഈ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ അവരുടെ ഹൃദയമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു നാഡീ ഞരമ്പുകൾ എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് അവിടുത്തെ ഇറാനിയൻ സ്റ്റേറ്റ് TV. അത് അറ്റാക്ക് ചെയ്തതോടുകൂടി വളരെ വലിയൊരു തിരിച്ചടിക്ക് ഇറാൻ തയ്യാറെടുക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. അതേസമയം G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി എത്തിയ ട്രംപ് നൽകിയ ഒരു മുന്നറിയിപ്പ് എത്രയും വേഗം ടെഹ്റാനിൽ നിന്ന്, ടെഹ്റാൻ ഡിസ്ട്രിക്ട് 3യിൽ നിന്ന്, അതായത് 3,30,000-ഓളം ആളുകൾ താമസിക്കുന്ന ടെഹ്റാൻ ആ പ്രദേശത്ത് നിന്ന് ആളുകൾ എത്രയും വേഗം ഒഴിഞ്ഞു പോകണം എന്ന ഒരു മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ നൽകിയിരുന്നു. ഒപ്പം ഇസ്രയേലിൻ്റെ ഡിഫൻസ് സേന നൽകിയിരുന്നു, ട്രംപ് നൽകിയിരുന്നു. എന്നാൽ അത് ഒരു വലിയ ആക്രമണത്തിനുള്ള മുന്നോടിയായുള്ള ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിൽ തന്നെ കാണേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ആ ടെഹ്റാൻ എന്ന് പറയുന്ന ആ 12 ഡിസ്ട്രിക്ട്, അവിടെ നിന്ന് മൊത്തത്തിൽ ഏതാണ്ട് 10 ലക്ഷത്തോളം ആളുകൾ ആ ഭാഗത്തു നിന്ന് മാറണമെന്ന ശക്തമായ ഒരു മുന്നറിയിപ്പ് അമേരിക്ക നൽകുമ്പോൾ, അല്ലെങ്കിൽ ഇസ്രയേൽ സേന നൽകുമ്പോൾ, അതിനർത്ഥം അതിശക്തമായ ഒരു ആക്രമണത്തിന് ഇസ്രയേൽ വീണ്ടും തയ്യാറെടുക്കുന്നു എന്ന് തന്നെയാണ്. പക്ഷേ തങ്ങളുടെ സൈനിക കേന്ദ്രങ്ങളും അല്ലെങ്കിൽ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളും ആണവ കേന്ദ്രങ്ങളും അടക്കമാണ് തങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് പറയുമ്പോൾ കൂടിയും വളരെ വലിയ രീതിയിൽ ജനവാസ മേഖലയിൽ ഈ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് ഏതാണ്ട് 224-230-നകത്താണ് മരണസംഖ്യ പുറത്തു വരുന്നത്. ഇറാനിൽ എത്ര പേർ മരിച്ചു എന്നത് സംബന്ധിച്ച്. എന്നാൽ ഇതിനുമപ്പുറമാണ് ഇനിയും വരാനിരിക്കുന്ന കണക്കുകൾ, അല്ലെങ്കിൽ പരിക്കേറ്റവരുടെ കണക്കുകൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വളരെ ചുരുങ്ങിയ വാർത്തകൾ മാത്രമാണ് ഇത്തരത്തിൽ, അല്ലെങ്കിൽ ഏജൻസികൾ പുറത്തുവിടുന്ന രീതിയിൽ പുറത്തേക്ക് വരുന്നത്. അതിനേക്കാൾ അതിരൂക്ഷമാണ് ഇറാനിലെ ഇപ്പോഴത്തെ സാഹചര്യം. തിരിച്ച് ഇറാനിൻ്റെ തിരിച്ചടിയാണെങ്കിൽ കൂടിയും ടെലവീവിലും ഹൈഫയിലും ഒപ്പം ജെറുസലേമിലടക്കം വളരെ വ്യാപകമായ രീതിയിൽ ഇറാനും ആക്രമണം നടത്തുന്നു. ഇറാൻ പറയുകയാണ്, ഏറ്റവും അതിശക്തമായ ആക്രമണം, ശക്തമായ തിരിച്ചടി, അവരുടെ മണ്ണിലെ ഏറ്റവും ശക്തമായ തിരിച്ചടി നേരിടാൻ ഇസ്രയേൽ തയ്യാറായിരുന്നുള്ളൂ എന്നുള്ള ഒരു മുന്നറിയിപ്പ്, ഭീഷണിയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇസ്രയേലിൽ 25-നകത്ത് ആളുകൾ മരിച്ചു എന്നാണ്. 100-ലേറെ പേർക്ക് പരിക്കുള്ളവർ ഇഷ്ടം പോലെയാണ്. പക്ഷേ 25-ലേറെ ആളുകൾ മരിച്ചു എന്ന് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും G7 ഉച്ചകോടിയിലടക്കം G7 ഉച്ചകോടി നേരത്തെ അതിൽ നിന്നും അമേരിക്കൻ പ്രസിഡന്റ് തിരിച്ച് രാജ്യത്തേക്ക് പോകുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഇറാനെ ഒരു കരാറിലേക്ക് എത്തിക്കുക എന്ന സമ്മർദ്ദതന്ത്രം ഒരുപക്ഷെ ചിലപ്പോൾ ഫലം കണ്ടേക്കാം എന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോഴും നമുക്ക് മിഡിൽ ഈസ്റ്റിൽ നിന്ന് ലഭിക്കുന്നത്. G7 ഉച്ചകോടിയിൽ ഇസ്രയേൽ ഇറാൻ സംഘർഷം, ഇസ്രയേൽ ഹമാസ് യുദ്ധം, യുക്രൈൻ യുദ്ധം ഇവയെല്ലാം ചർച്ചയാകും. ഇറാൻ ഇസ്രയേൽ പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന ഉച്ചകോടിയിൽ ഇന്ത്യ നിലപാട് വ്യക്തമാക്കും. ഊർജ്ജ സുരക്ഷ, സാങ്കേതിക സഹകരണം, നവീകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലും ഇന്ത്യ നിലപാട് അറിയിക്കും. ഖാലിസ്ഥാൻ വിഷയത്തിൽ നയതന്ത്ര ബന്ധം വഷളായതിനു ശേഷം പ്രധാനമന്ത്രി മോദിയുടെ കാനഡയിലേക്കുള്ള ആദ്യ യാത്രയാണ് ഇത് എന്നതാണ് ശ്രദ്ധേയം. അതിനിടെ കാനഡ സന്ദർശനം വെട്ടിച്ചുരുക്കി ഡൊണാൾഡ് ട്രംപ് തിരിച്ച് US-ലേക്ക് മടങ്ങിയിട്ടുള്ള G7 ഉച്ചകോടിയിൽ നിന്ന് ഒരു ദിവസം മുൻപേ അദ്ദേഹം മടങ്ങുകയാണ്. ഈ ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ ഒരു നയതന്ത്ര പരിഹാരം ഉടനെന്നും ഇറാനുമായി ചേർന്ന് ആണവ കരാറിന് സാധ്യതയെന്നും ട്രംപ് അറിയിക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും ഇത് എത്രത്തോളം സാധ്യമാണ് എന്ന് ഇനിയും അറിയേണ്ടിയിരിക്കുന്നു. കാരണം യൂറോപ്യൻ യൂണിയൻ അടക്കം, റഷ്യ അടക്കം, അല്ലെങ്കിൽ ചൈന, തുർക്കി, ഒമാൻ, ഖത്തർ ഈ രാജ്യങ്ങളെല്ലാം ഒരു നയതന്ത്ര ഒരു സമവായ ചർച്ചകൾക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ കൂടിയും അയത്തുള്ള അലി ഖമേനിയെ വധിച്ചതിന് ശേഷം മാത്രം അത്തരത്തിൽ ഒരു ചർച്ചകളിലേക്ക് കടക്കാം, അല്ലെങ്കിൽ ഒരു ഭരണമാറ്റം ഇറാനിൽ കൊണ്ടുവന്നതിന് ശേഷം തങ്ങളുടെ ശത്രുവിനെ ആജീവനാന്തമായി നശിപ്പിച്ചതിന് ശേഷം തങ്ങളുടെ രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് യാതൊരുവിധ തടസ്സവും ഇല്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം ഒരുപക്ഷെ യുദ്ധം അവസാനിപ്പിക്കാം എന്ന നിലപാടിലേക്ക് തന്നെയാണ് ഇസ്രയേൽ നീങ്ങുന്നത്.
സംസ്ഥാനത്ത് മഴയുടെ കാര്യം പറയുകയാണെങ്കിൽ വളരെ വലിയ രീതിയിൽ അതിതീവ്ര മഴയെന്ന് പറയേണ്ട എങ്കിൽ കൂടിയും നല്ല രീതിയിൽ തന്നെ മഴ തുടരുകയാണ്. കണ്ണൂരും കാസർഗോഡും ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. തീരദേശങ്ങളിൽ കടലാക്രമണം അതിരൂക്ഷമാണ്. ഒപ്പം ഇന്ന് കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിനീഷ് ശരിയാണ്. വിനീഷ്, കഴിഞ്ഞ 3 ദിവസമായി തുടരുന്ന അതിശക്തമായ മഴ ഇടയ്ക്ക് എപ്പോഴോ ഒരു ചെറിയ നേരിയ ശമനം മാത്രം ഉണ്ടായെങ്കിൽ കൂടിയും അതുണ്ടാക്കിയിട്ടുള്ള കെടുതികളും ജനജീവിതത്തെ ബാധിച്ചിരിക്കുന്ന രീതിയും ഒന്നും ഒട്ടും ചെറുതല്ല. ഇപ്പോഴത്തെ ഇന്നത്തെ ഒരു അലർട്ടുകൾ എങ്ങനെയൊക്കെയാണ്? സ്വപ്ന, കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. അതിനുശേഷം കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിൽ, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം ജില്ലകളിൽ ഇപ്പോൾ യെല്ലോ അലർട്ടാണ്. പക്ഷേ ഇന്നലെ രാത്രിയിൽ ശക്തമായ മഴയുണ്ടായിരുന്നു. ഇന്നലെ പകലും അതുപോലെ തന്നെ നമുക്കറിയാം ശക്തമായ മഴയും കാറ്റും ഉണ്ടായിരുന്നു. കാരണം 6 മരണം ഇന്നലെ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോഴും കൊട്ടിയൂരിൽ തീർത്ഥാടനത്തിനെത്തിയ ഒരു യുവാവിനെ കാണാതായിരുന്നു. 2 പേരിൽ ഒരാളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം അല്ലെങ്കിൽ അയാൾക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും ഊർജിതമാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഒപ്പം തന്നെ ഈ കടലാക്രമണം രൂക്ഷമായിട്ടുണ്ട്. പ്രത്യേകിച്ച് കോഴിക്കോട് മേഖലയിലെല്ലാം തന്നെ ഇന്നലെ കടലാക്രമണം കാരണം പല വീടുകളിലും വെള്ളം കയറുന്ന ഒരവസ്ഥയുണ്ടായി. ഒപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകൾ, സംസ്ഥാനത്ത് ദുരിതാശ്വാസ ക്യാമ്പുകൾ 68 ദുരിതാശ്വാസ ക്യാമ്പ്, 68 കുടുംബങ്ങളാണിപ്പോൾ 12ഓളം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. ഒപ്പം തന്നെ ബാണാസുര സാഗർ അണക്കെട്ട് തുറക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം അതിൻ്റെ അലർട്ടിൻ്റെ ഒപ്പം തന്നെ വെള്ളം എത്തിയിട്ടുണ്ട്. ആ ഒരു റെഡ് അലർട്ട് ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഉടൻ തന്നെ അതിൻ്റെ ഒരു അറിയിക്കും എന്ന് തന്നെയാണ് ഇവിടെ നിന്ന് KSEB അറിയിച്ചിട്ടുള്ളത്. അതായത് അണക്കെട്ട് തുറക്കുന്ന മുറയ്ക്ക് അതിന് മുമ്പ് തന്നെ കൃത്യമായ മുന്നറിയിപ്പ് നൽകും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും മഴ ഇപ്പോൾ അല്പം കുറവ്. പക്ഷേ ഇന്നലെ രാത്രിയിൽ ശക്തമായ മഴ, പ്രത്യേകിച്ച് മലയോര മേഖലയിലെല്ലാം തന്നെ ശക്തമായ മഴയുണ്ട്. ഒപ്പം തന്നെ മണ്ണിടിച്ചിൽ, ചില ഭാഗങ്ങളിലെ മണ്ണിടിഞ്ഞ് റോഡിലേക്ക് വന്നിട്ടുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേർന്ന് അതിശക്തമായ മഴ തീരദേശ മേഖലയിലും ഒപ്പം മലയോര മേഖലയിലും നല്ല രീതിയിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം എല്ലാവരും പുലർത്തണം. നല്ല മഴയാണ്, സൂക്ഷിച്ച് പുറത്തിറങ്ങുക. മാനമൊന്ന് കറുത്താൽ കടലൊന്ന് കലങ്ങിയാൽ അങ്ങേയറ്റം ദുരിതത്തിലാകുന്ന ഒരു വിഭാഗം, അതുതന്നെ മത്സ്യത്തൊഴിലാളികളുടെ കാര്യം തന്നെയാണ് പറയുന്നത്. ഈ അതിതീവ്ര മഴയിലും കടലേറ്റത്തിലും ശംഖുമുഖം കൊച്ചുതോപ്പിലെ മത്സ്യത്തൊഴിലാളികളുടെ വീടുകൾ വളരെ വലിയ രീതിയിൽ തകർച്ചാ ഭീഷണി നേരിടുകയാണ്. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച പല വീടുകളും ഏത് നിമിഷവും കടലെടുക്കുമെന്ന അവസ്ഥയിലാണ്. എത്രയും പെട്ടെന്ന് കടൽഭിത്തി സ്ഥാപിക്കണമെന്നാണ് തീരദേശവാസികളുടെ ആവശ്യം. 18 ലക്ഷം രൂപ മുടക്കിയാണ് സാജൻ ജോസഫ് തന്റെ സ്വപ്നഭവനം ഇന്ന് ഈ നിലയിലെത്തിച്ചത്. ലോണെടുത്തും കടം വാങ്ങിയും തന്റെ കേൾവിക്കുറവുള്ള 2 പെൺമക്കൾക്ക് അടച്ചുറപ്പുള്ളൊരു വീട്, അതായിരുന്നു സാജന്റെ സ്വപ്നം. കടലാക്രമണത്തിൽ വീട് എപ്പോൾ വേണമെങ്കിലും തകരാമെന്ന അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. ഒരു ജീവിതം കൊണ്ട് സ്വരുക്കൂട്ടിയത് കൺമുന്നിൽ ഇല്ലാതാകുന്നത് നോക്കി നിൽക്കാനേ സാജനായുള്ളൂ. താഴെ ഒരു വീടുണ്ടായിരുന്നു, ഒരു 15 സെന്റ് സ്ഥലവും ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴേ ഞങ്ങൾ പറഞ്ഞായിരുന്നു ഇവിടെ വീട് പോവും. MLA-യോടും MP-യോടും ഒക്കെ എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു, നിവേദനം കൊടുത്തിട്ടുണ്ടായിരുന്നു. 4 ദിവസമായി ഇത്, 4-5 ദിവസമായി ഇത് ഇങ്ങോട്ട് കയറിയിട്ട്. ഇപ്പോൾ ഇതാണ് അവസ്ഥ, കണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഇപ്പോഴും അവിടെ ആ കല്ല് അടുക്കാന്ന് പറഞ്ഞ ഹിറ്റാച്ചി അവിടെ കിടക്കുന്നു, ലോഡ്. ഇവിടെ വീട്ടിൽ ഇരിക്കാൻ തന്നെ പേടിയാണ്. സംഭവം ഇങ്ങനത്തെ കടലേറ്റായതുകൊണ്ട് വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ശംഖുമുഖത്തെ കൊച്ചു തീരദേശമായ കൊച്ചുതോപ്പിൽ 26 കുടുംബങ്ങളാണ് താമസിക്കുന്നത്. ഇവിടെ അവശേഷിക്കുന്ന വീടുകളുടെയും മനുഷ്യരുടെയും അവസ്ഥയും പരിതാപകരമാണ്. ഭീതിയും നിസ്സഹായതയും നിഴലിച്ച മുഖങ്ങൾ മാത്രമേ നമുക്കിവിടെ കാണാൻ സാധിക്കൂ. 2 പെൺമക്കളുള്ള വീടാണ്. പക്ഷെ എൻ്റെ വീട് പോയാൽ ശരി, എനിക്ക് കുഴപ്പമേ ഇല്ല. പക്ഷെ 2 പെൺമക്കളും കൊണ്ട് അദ്ദേഹം എവിടെയാണ് ഓടി ഒളിക്കാൻ? ഒരു മത്സ്യം പിടിക്കാൻ പോകാൻ പോലും ഒരു വഴിയില്ല. ഇങ്ങനെ ആകുമ്പോൾ ഞങ്ങൾ മത്സ്യത്തൊഴിലാളികൾ എവിടെ ചെന്ന് ജീവിക്കും? ഈ ഭവനത്തിൽ നിന്ന് ഇടിഞ്ഞു വീണ് പോയ മക്കൾ വഴിയോരത്താണ് കിടക്കുന്നത്. ഞങ്ങൾ പേടിച്ചാണ് ഇതിനകത്ത് കഴിയുന്നത്. കല്ല് അടുക്കി അങ്ങ് വരെ ക്ലിയറാക്കി വിട്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഭവനവും ഞങ്ങൾക്ക് കിടന്നു ഉറങ്ങാനെങ്കിലും സാധിക്കും. നമ്മളെ എങ്ങനെയെങ്കിലും ഈ പാതാളത്തിൽ നിന്ന് രക്ഷിക്കണമെന്നാണ് പറയുന്നത്. രാത്രി
പക്ഷെ കുട്ടികൾ കിടക്കൂല, അവർ വലിയ വയലാണ് കരയുന്നത്. മത്സ്യത്തൊഴിലാളികൾക്ക് ഇന്ന് ജോലിയുമില്ല, വരുമാനവുമില്ല. അതിന്റെ കൂടെ ആകെയുള്ള സ്വത്തും കടലെടുക്കുമെന്ന സ്ഥിതി. കടൽ ഭിത്തി നിർമ്മിച്ചു തരാമെന്ന വാഗ്ദാനം ഇതുവരെ പാലിക്കപ്പെട്ടതുമില്ല. ഓരോ നിമിഷവും ഈ തീരദേശവാസികൾ കഴിയുന്നത് ഭയത്തോടു കൂടിയാണ്. എത്രയും പെട്ടെന്ന് അധികാരികൾ കണ്ണു തുറക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഈ പശ്ചിമേഷ്യയിലെ യുദ്ധം ഏറ്റവും വലിയ രീതിയിൽ നമ്മുടെ വിപണികൾ, അന്താരാഷ്ട്ര വിപണികളെ അടക്കം ബാധിക്കുകയാണ്. ജിയോജെറ്റ് ഫിനാൻഷ്യൽ സർവീസസിലെ സീനിയർ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റും ജനറൽ മാനേജറുമായ ദിലീപ് വിലയിരുത്തലുമായി ചേരുകയാണ്. ദിലീപ്, ഈ പറഞ്ഞതുപോലെ പശ്ചിമേഷ്യയിലെ ആ ഒരു സംഘർഷം, എണ്ണവിലയിലെ വർധനവടക്കം അന്താരാഷ്ട്ര വിപണിയിലും ആഭ്യന്തര വിപണിയിലും ഏത് രീതിയിൽ മാറ്റങ്ങൾ വരുന്നു? എന്തായിരിക്കും ഇന്ന് ഇന്ത്യൻ വിപണിയിലെ ഒരു സാഹചര്യം? 2 ദിവസത്തെ വലിയൊരു നഷ്ടത്തിന് ശേഷം ഇന്നലെ വിപണിയിൽ നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ആ നേട്ടം ഇന്നും തുടർന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്നാൽ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ കഴിഞ്ഞ 2 ദിവസവും വിപണിയിൽ അറ്റ വിൽപ്പനയിലായിരുന്നു. ഇന്നലെയും ആ വിൽപ്പന തുടരുകയും ചെയ്തു. എന്നാൽ അത് മറികടക്കുന്ന രീതിയിൽ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള വലിയൊരു നിക്ഷേപ താല്പര്യമാണ് വിപണിയെ ഇന്നലെ മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിച്ചത്. ഒട്ടുമിക്ക മേഖലകളിലും നിക്ഷേപ താല്പര്യമായതുകൊണ്ട് തന്നെ വിപണിയിൽ ഒരു വാങ്ങലിൻ്റെ പ്രതീക്ഷ അല്ലെങ്കിൽ വാങ്ങൽ തുറന്നേക്കും എന്നുള്ളതിൻ്റെ ഒരു സൂചന നൽകിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചതും. 20 ദിവസത്തെ ശരാശരി നീക്കത്തിന് മുകളിൽ ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചു. മാത്രമല്ല, പ്രധാന സാങ്കേതിക നിലവാരമായ 24,700 എന്ന നിലവാരം മറികടന്ന് വ്യാപാരം അവസാനിപ്പിക്കുകയും ചെയ്തു. 25,000-അടുത്താണ് ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചത്. ദിലീപാണ് വിപണി വിലയിരുത്തലുമായി ചേർന്നത്. ഇനി കായിക വാർത്തകൾ. വീണ്ടും ഒരു അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരത്തിനുള്ള തയ്യാറെടുപ്പിലാണ് തിരുവനന്തപുരം. അടുത്ത വർഷം ജനുവരിയിൽ ഇന്ത്യ-ന്യൂസിലാൻഡ് T20 മത്സരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും. BCCIയുടെ അറിയിപ്പ് ലഭിച്ചതായും വൈകാതെ തയ്യാറെടുപ്പുകൾ തുടങ്ങുമെന്നും KCA ജോയിന്റ് സെക്രട്ടറി ബിനീഷ് കോടിയേരി അമൃത വാർത്തകളോട് പറഞ്ഞു. റിപ്പോർട്ടോടെ ഗുഡ് മോർണിംഗ് കേരളം ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ തുടരും. നമസ്കാരം.